ഇതാണ് നമ്മുടെ മധുര ചട്ടിപ്പത്തിരി. ഇത് കണ്ടില്ലേ, ലെയർ ലെയർ പോലെ ഇരിക്കുന്നത് കണ്ട സൈഡിലൊക്കെ. ആയി കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി ഒരു മധുരമുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ മുന്നേ ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയത് മാവൊക്കെ കുഴച്ചിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മൈദ മാവ് കലക്കി ദോശ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. മറ്റേത് ഇച്ചിരി പണിയും ഉണ്ട്. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇടുന്നത്. അതിലേക്ക് നമുക്കൊരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കാം. പാകത്തിന് ഉപ്പ് ഇടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ കലക്കാം. ദോശമാവിൻ്റെ രീതിയിൽ കലക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് കൊണ്ടുവരാം. നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഈ കട്ടി. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. ഇനി നമുക്കിത് ദോശയാക്കി ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. നൈസിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നല്ല തീ കത്തിച്ചാൽ ദോശ അടി കളറാവുള്ളൂ. ആ കളറാവേണ്ട ആവശ്യമില്ല, ഒന്ന് വെന്താൽ മാത്രം മതി. ഈ ദോശയുടെ സൈഡ് വിട്ട് വരുമ്പോൾ എടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മാവാണ്. അതിൽ ഞാൻ 8 ദോശ ഉണ്ടാക്കി. അത് ഞാൻ ഈ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ദോശയാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പാത്രമായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള മാവ് കലക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. ഇനി നമുക്കിതിൽ മുട്ട, അതിനുള്ള കോഴിമുട്ട ഒക്കെ ഒന്ന് അടിച്ച് കലക്കിയെടുക്കാം. ഞാനിവിടെ 8 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ കോഴിമുട്ടയാണ്. വലുതൊക്കെ ആണെങ്കിൽ 6 7 മതിയാവും. ഇത് ചെറിയ മുട്ട കാരണമാണ് ഞാനിപ്പോൾ 8 എടുത്തിട്ടുള്ളത്. പാത്രത്തിലേക്ക് അടിച്ച് ഒഴിക്കാം. ഞാനിതിലൊരു 3/4 കപ്പ് പാലും കൂടി ഒഴിക്കുകയാണ്. 1 ടീസ്പൂണ് കരിഞ്ജീരകം ഇടുകയാണ്. ഇതാ കരിഞ്ജീരകം. നമുക്കിനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 2 3 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മുട്ടയുടെ കട്ടൊന്നും പാടില്ല, നന്നായിട്ട് കലക്കി വേണം എടുക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലൊരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അരിഞ്ഞത്. അത് നന്നായിട്ടൊന്ന് വാടട്ടെ. ഇനി നമുക്ക് ലേശം അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന്
വാടട്ടെ. ഇനി നമുക്കിതിൽ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരി ചിലവർക്ക് ഇഷ്ടമല്ല, ഇഷ്ടമില്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക, ഇഷ്ടമുള്ളവർ ഇച്ചിരി അധികം ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി മുന്തിരിയൊക്കെ ഒന്ന് വീർക്കട്ടെ. ഉള്ളിയൊക്കെ ബ്രൗൺ കളറിലായി, അണ്ടിപ്പരിപ്പൊക്കെ ചുവപ്പായി, മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ഇനി ചൂടാറട്ട്. അണ്ടിപ്പരിപ്പും ഉള്ളിയും മുന്തിരിയൊക്കെ മൂപ്പിച്ചത് നമുക്കിനി കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ മുട്ട കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇടാം, ഒരു പൊടിക്ക്. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറിയ തീയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ചൂടാവി ആയിപ്പോയാൽ കട്ട പിടിക്കുള്ളൂ കോഴിമുട്ട. അതുകൊണ്ടാണ് ഇളക്കി ഒരു ചെറിയ തീ വെച്ച് ഇളക്കിയിട്ട് ഈ മുട്ട നമുക്ക് ഇനി ഒന്ന് കുറുക്കിയിട്ടെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കുറുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. കണ്ടില്ലേ, ഇത് നമ്മുടെ കോഴിമുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ലേശം നെയ്യ് പുരട്ടി കൊടുക്കാം. പാത്രത്തിൻ്റെ 4 സൈഡും മൊത്തത്തിൽ പുരട്ടണേ. ഇനി നമുക്ക് ഈ ദോശ ഇതിൽ പരത്തി വെക്കാം. ഇത് കണ്ടില്ലേ, നല്ല നൈസാണ്. ഇങ്ങനെ വേണം ദോശ ഉണ്ടാക്കാൻ. കണ്ടില്ലേ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് കൂടി അതേപോലെ വെക്കാം. കണ്ടോ, നേരെ നിമിർന്ന് നല്ലതുപോലെ ഇരിക്കണ്ട. ഇനി അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ വെച്ചെടുക്കാം. നമുക്ക് 8 ദോശയും ഇതേപോലെ വെക്കാം. അങ്ങനെ ഒക്കെ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ദോശയും കൂടി ഉണ്ട്, അതുകൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി മുഴുവൻ ഇതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ ദോശകളിങ്ങനെ പൊന്തി വരാതിരിക്കാൻ നമുക്ക് ഓട്ട ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറേ ഓട്ടകൾ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിട്ടൊന്ന് മൂടി വെക്കാം. മൂടിയിട്ടിനി അടുപ്പത്ത് വെക്കാം. നമ്മളിതൊരു 5 മിനിറ്റ് ഡയറക്റ്റ് ആയിട്ട് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ഇനി നമുക്കിതിപ്പോൾ 5 മിനിറ്റ് ആയി കഴിഞ്ഞ് നമുക്കിനി ഇത് ഇറക്കി വെച്ചിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കാം. ഇത് നമുക്ക് ഈ ചട്ടിയുടെ മേലേക്ക് ഒരു 10 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം തീ വെക്കണം. ചട്ടി ചൂടാവുന്നവരെ നല്ല തീ വെക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കത്തിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് ഇറക്കി തുറന്ന് നോക്കാം. സൈഡൊക്കെ അതിന് നന്നായിട്ട് വിണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം. ഇങ്ങനെ വെച്ചിട്ടേ നമുക്കിനി ഇത് എടുക്കാം. ഇതിൽ കൊട്ടിയെടുക്കാം. അയ്യോ,
ഇനി നമുക്കിതൊരു 5 മിനിറ്റും കൂടി ഒരു ചെറിയ തീയിൽ കത്തിച്ചു കൊടുക്കാം, മൂടി വെച്ചിട്ട്. ഇനി നമ്മുടെ മധുര ചട്ടിപ്പത്തിരി ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അയ്യവാ, നല്ല മണമുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം. അയ്യവാ, ഇത് കണ്ടില്ലേ? നല്ല സൂപ്പറായിട്ട് കണ്ടില്ലേ? പോൺസ് പോലെ ആയിരിക്കണത് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം മുറിക്കാൻ കേട്ടോ. കണ്ടില്ലേ, നല്ല പോൺസ് പോലെ നെങ്ങണത്. അങ്ങനെ നമ്മളെ മധുര ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് മുറിച്ച് നോക്കാം. മുറിഞ്ഞില്ല അവിടെ. ഇതാണ് നമ്മുടെ മധുര ചട്ടിപ്പത്തിരി. ഇത് കണ്ടില്ലേ, ലെയർ ലെയർ പോലെ ഇരിക്കുന്നത് കണ്ട സൈഡിലൊക്കെ. നമ്മുടെ മധുര ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പം നമുക്ക് വീട്ടുകളിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.